ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീതയെ ആരാണ് കൊലപ്പെടുത്തിയത്? കാട്ടാനയുടെ ആക്രമണത്തിലാണോ? ഭർത്താവിൻ്റെ ക്രൂരതയാണോ സീതയുടെ ജീവനെടുത്തത്? വീട്ടമ്മയുടെ മരണത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയെങ്കിലും കേസിൽ പല സംശയങ്ങളും ബാക്കിയാണ്. സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലെന്ന് ആവർത്തിക്കുകയാണ് ഭർത്താവ് ബിനു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ അന്വേഷണം വേണമെന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട്. ഇതോടെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് പീരുമേട്ടിൽ ആദിവാസി സ്ത്രീയായ സീത കൊല്ലപ്പെട്ടത്. സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണം മൂലമാണെന്നാണ് ഭർത്താവ് ബിനു പറയുന്നത്. എന്നാൽ സീതയുടെ മരണം കൊലപാതകമാണെന്നാണ് കോട്ടയം DFO പറയുന്നത്. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ബിനുവിന്റെ ആരോപണം. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കവേ ആനയുടെ ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്നും ബിനു ആവർത്തിക്കുന്നു. ഒരു 3-4 അടി താഴ്ചയുള്ള കുഴിയിലോട്ടോ അങ്ങനെ തെറിച്ച് വീണ കൊടുത്ത് ഈ ചെറിയ ചെറിയ കല്ല് പൊങ്ങിയിരിക്കില്ല, അത്തലാന വീഴുവാലും ചെയ്തെന്ന് അറിയില്ല. എന്റെ ബലമായ സംശയം എനിക്ക് കയറി ചവിട്ടോ ഈ പോയ കൊടുത്ത് ചവിട്ട് തൊഴിച്ചതാണോ എന്ന് സംശയം. ഒളിച്ചിരുന്ന ആനനെ ഒളിച്ചിരുന്ന പടപ്പെല്ലാം പെടത്തിക്കൊണ്ട ഈ ആന വന്നത്. ആ പടപ്പിന്റെ കമ്പുകൾ മുഴുത്ത കമ്പുകൾ. ആ ചേച്ചി വീണത് ആ കമ്പയിലൊക്കെ വല്ലതും ആണോ? അങ്ങനെ വല്ലതും കണ്ടായിരുന്നു? അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ളൊരു ഇതിലല്ലായിരുന്നു. ഈ അപകടം നടന്ന സ്ഥലമേ പോലീസിനെ കാണിച്ചു കൊടുത്തത്. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുന്നതിനിടെ CPM ഇടുക്കി ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് പറയേണ്ടത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. അതുകൊണ്ട് വസ്തുതാപരമായ അന്വേഷണം നടക്കട്ടെ. ഇന്ന് ഇതൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ സംബന്ധിച്ച് നിജസ്ഥിതി അന്വേഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാങ്കേതിക സംവിധാനം അന്വേഷണം നടത്തി അന്വേഷണാടിസ്ഥാനത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് CPM. ആന ചവിട്ടിക്കൊന്നതാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ പ്രാഥമിക പോലീസിന്റെ അന്വേഷണത്തിൽ അവർ നിൽക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് പോലീസാണ്, സ്ഥലപരിശോധന നടത്തിയത് പോലീസാണ്. അപ്പം അതുകൊണ്ട് അത് അന്വേഷിക്കട്ടെ. നിരൂപതയുടെയും ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ല. കാട്ടാന ആക്രമണമാണ് നടന്നതെന്നാണ് ബിനു ആദ്യം മുതൽ പറയുന്നത്. എന്നാൽ പോലീസും വനംവകുപ്പും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കാട്ടാന ആക്രമണമല്ലെന്നാണ് ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പറഞ്ഞത്. ഇതോടെ വനംവകുപ്പിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നായിരുന്നു കോട്ടയം DFO അവകാശപ്പെട്ടത്. കൊലപാതകമാണെന്ന സംശയമുയർന്നതോടെ സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. മരണത്തിൽ സംശയമുയർന്നതോടെ കാട്ടാന ആക്രമിച്ച സ്ഥലത്തും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. News 18 ഇടുക്കി.